കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനങ്ങൾ 68-29 വാക്യം. യെരുശലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. അതിൻ്റെ ആത്മീയാർത്ഥം മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം. യെരുശലേമിലാണ് കർത്താവിൻ്റെ മന്ദിരം. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് യോഹന്നാൻ 2 യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. അപ്പോൾ യഹൂദന്മാർ ആക്ഷരികമായിട്ടാണ് എടുത്തത്. അവർ പറഞ്ഞു, 46 സംവത്സരം കൊണ്ടാണ് ഞങ്ങളിത് പണിതത്, നീ ഇത് 3 ദിവസം കൊണ്ട് പണിയുമോ? യേശു കർത്താവ് തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പൗലോസ് അതിങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചിരുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? കർത്താവിൻ്റെ ആത്മാവുള്ള നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരം. ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മന്ദിരം നമ്മുടെ അകത്താണ്. നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ മന്ദിരമുണ്ടെങ്കിൽ രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരും, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ കാഴ്ച കൊണ്ടുവരും. നന്മ തേടിപ്പോകണ്ട, നന്മയും കരുണയും നിന്നെ തേടി വരും. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. കണ്ടോ, അന്ത്യകാലം ഏതാണ്? ഇതാണ് അന്ത്യകാലം. ഈ സമയത്ത് ജാതികൾ യഹോവയുടെ ആലയമുള്ള പർവ്വതത്തിലേക്ക് ഒഴുകി വരണം. ഒരു വലിയ ശതമാനം ആൾക്കാർ ഇപ്പോഴും അന്യാരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകും. തീർച്ചയായിട്ടും സഭ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനക്കാരിലൂടെ, സുവിശേഷകരിലൂടെ, പ്രവാചകരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ മുറിവുകൾ കെട്ടുന്നു, ആശ്വസിപ്പിക്കുന്നു, അവരെ തണുപ്പിക്കുന്നു, ദേശത്തെ സംരക്ഷിക്കുന്നു, നശിച്ചു പോകാതെ വണ്ണം അതിനെ മതിൽ കെട്ടി സൂക്ഷിക്കുന്നു. പക്ഷെ ജാതികളുടെ ഒരു ഒഴുക്ക് ഈ പർവ്വതത്തിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നില്ല. ഇടയ്ക്ക് ചിലതുമായിട്ട് നടക്കുന്നു, അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു. കാരണം മന്ദിരം വെളിപ്പെടുന്നില്ല, ആലയം വെളിപ്പെടുന്നില്ല. പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിൽ സഭ വെളിപ്പെടുന്നില്ല. സഭ നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നിന്നെ അശുദ്ധനോ വിശുദ്ധനോ ആക്കുന്നത്. നിന്റെ അകത്ത് ഹൃദയത്തിൽ സഭ വരാതെ നിന്റെ കൈകളിൽ, കണ്ണുകളിൽ, നിന്റെ നാവിൽ അതെങ്ങനെ വരും? എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേൽ വെച്ചുകൊള്ളണമേ. അങ്ങനെയാണ് പ്രാർത്ഥന. അപ്പോൾ സഭ എന്നൊരു വികാരം ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ് ഞാനും എൻ്റെ കൂട്ടു സഹോദരങ്ങളും ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അത് ഒരു തോബിയാവിനും ഒരു കുറുക്കനും മറിച്ചിടാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ഒരു വികാരം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും താൻ്റെ വീട്ടിലേക്ക് ഓടുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹമില്ല. നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു, മന്ദിരം പണിയാനുള്ള കാലം വന്നിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നു. ഓരോരുത്തരും അവനവൻ്റെ സ്വന്തത്തിലേക്ക് പോയി. ലോകത്തുള്ള വീണ്ടും ജനിച്ച എല്ലാവരും എൻ്റെ സഹോദരങ്ങൾ. സഭ എന്ന വിശാലമായൊരു കാഴ്ചപ്പാട്. അസൂയ കൊണ്ട് ഒരുത്തനെ ഞാൻ ഒതുക്കുമ്പോൾ അത് സഭയെ ഒതുക്കുകയാണ്. നീയൊരു ബിലയാമാകുകയാണ്. മത്സരം കാണിക്കുമ്പോൾ അത് നാശത്തിനായിട്ട് കാണിക്കുകയാണ്. സ്വാർത്ഥത കാണിക്കുമ്പോൾ, ദ്രവ്യാഗ്രഹം കാണിക്കുമ്പോൾ ഞാൻ സഭയ്ക്ക് ദോഷം ചെയ്യുകയാണ്. ശക്തമായിട്ട് ആരെയെങ്കിലുമൊക്കെ ദൈവം ഉപയോഗിക്കുമ്പോൾ അത് നിനക്ക് വേണ്ടി കൂടെയാണ് അവൻ ശുശ്രൂഷിക്കുന്നത്. കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് വിളമ്പാനാണോ ഇഷ്ടം? ആദ്യത്തെ ട്രിപ്പിന് തന്നെ കയറിയിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ സഭയിൽ വരുമ്പോൾ വിളമ്പാനാണ് ഇഷ്ടം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, വിളമ്പുന്നവനാണോ ശ്രേഷ്ഠൻ, ഇരിക്കുന്നവനാണോ ശ്രേഷ്ഠൻ? അപ്പോൾ എന്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ മാറ്റം വരേണ്ട ചില മേഖലകളുണ്ട്. അകത്ത് ആലയം വന്നിട്ടില്ല. ഞാൻ വഴി തന്നെ കാര്യങ്ങളെല്ലാം നടക്കണം. അതിനു വേണ്ട പറ്റിയ വചനങ്ങളൊക്കെ എടുത്ത് കൂട്ടിച്ചേർത്ത് ചില നിയമങ്ങളും റൂളുകളും തെറ്റായ വെളിപ്പാടുകളും പറയുന്നു.
അടിമകളാക്കി വെക്കുന്നു. പക്ഷെ പത്രോസ്, കർത്താവിനെ സ്നേഹിച്ച പത്രോസ് പറയുന്നു, ഒരു കൂട്ടുമൂപ്പനായി ഞാൻ പറയുന്നു, അപ്പോസ്തലനായി ഞാൻ പറയുന്നു, നിങ്ങളുടെ കീഴിലുള്ള ആട്ടിൻകൂട്ടങ്ങളെ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, അവർക്ക് മാതൃകയായി ശുശ്രൂഷ ചെയ്യുവാൻ, അധ്യക്ഷത ചെയ്യുവാൻ. പുറത്തുനിന്നൊരു ശത്രുവിന് ഒന്നും ചെയ്യണ്ടാത്ത കണക്ക് നമ്മൾ തമ്മിൽ തല്ലി നശിക്കുകയാണ്. എൻ്റെ ആടിനെ അവൻ പിടിച്ചുകൊണ്ട് പോയി. ഓക്കെ, അവൻ പിടിച്ചുകൊണ്ട് പോയത് കൊല്ലാനാണെങ്കിൽ നീ അത് തിരിച്ച് പിടിക്കണം. കൊല്ലാനല്ല, വളർത്താനാണെങ്കിലോ? ഇനി കൊല്ലാനാണെങ്കിലും വളർത്താനാണെങ്കിലും അത് തിരിച്ചു പിടിക്കേണ്ടത് ജഡത്തിലാണോ, പ്രാർത്ഥനയിലാണോ, ആത്മാവിലാണോ? കാര്യങ്ങളെ അങ്ങനെ ഒന്ന് മൂവ് ചെയ്താൽ തമ്മിലടി കുറയല്ലേ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്. നമ്മുടെ വചനം എന്താണ്? യെരുശലേമിലുള്ള മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. രാഹുൽ ഗാന്ധി നിന്നോട് താങ്ക്സ് പറയും. കമലാ ഹാരിസ് നിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും. ഇവിടുത്തെ ഭരണ നേതൃത്വങ്ങളും അധികാരങ്ങളും അറിയും ഞങ്ങളിവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, വാഴുന്നത് സഭയാണ്. സഭ മുഖാന്തരം അറിയേണ്ടതിന് നമ്മളെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സഭ എന്ന ചിന്ത വന്നു തുടങ്ങും. രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരും. നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇത്ര നാൾ തടയപ്പെട്ടത്, ബ്ലോക്കായിപ്പോയത്, ശൂന്യമായിപ്പോയതെന്ന് പറയുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും, നന്മയ്ക്കായിട്ട് മാറ്റും. നോക്കണം, സഭയ്ക്ക് വേണ്ടി ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രം 40 വർഷം സ്റ്റക്കായിപ്പോയ മനുഷ്യനാണ് മോശെ. ആ മനുഷ്യന് വേണമെങ്കിൽ നെടുവേർപ്പെടാമായിരുന്നു, നിരാശപ്പെടാമായിരുന്നു, കരയാമായിരുന്നു. എൻ്റെ ഭാവി പോയില്ലേ, എൻ്റെ യൗവനം പോയില്ലേ, എൻ്റെ തീരുമാനം തെറ്റായിപ്പോയില്ലേ. പക്ഷെ കാലം തെളിയിച്ചു, ദൈവം തെളിയിച്ചു, നീ ശരിയാണ്, നീ ശരിയാണെന്ന് ഞാൻ പറയുന്നു, നിന്നെ ഞാനാണ് അയച്ചതെന്ന് നീ കൂട്ടിക്കൊണ്ടുവരുന്ന ജനവും പറയും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, കൂട്ടവയവങ്ങളായവരെ കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതിലേക്ക് കൂടെ മാറട്ടെ. കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ഉയർച്ചയും നന്മയും അവരുടെ കുഞ്ഞുങ്ങളുടെ നന്മയും ആഗ്രഹിക്കുവാനും ഭൂതഗ്രസ്തരായവർ വിടുവിക്കപ്പെടാനും പാപികളായിരിക്കുന്നവർ മാനസാന്തരം ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കാം. ആമേൻ.